ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇതിപ്പോൾ ഒരു വൈകിട്ട് ഒരു 9 മണിക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാനിവിടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ വൈകിട്ട് നോൺ വെജ് ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാൽ അത് വെച്ച് അത് കറി വെക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന്ന് തോരൻ വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ സവോളയൊക്കെ ക്ലാസ്സിന് മുന്നേ അരിഞ്ഞെല്ലാം വെച്ചിരുന്നു. ഇളയാൾ ഉറങ്ങിപ്പോയി. ഇളയാൾ ഈ ട്രൈപോഡ് പണി റെഡിയാക്കി അതിൻ്റെ മെയിൻ്റനൻസ് വർക്കിലൊക്കെ ഏർപ്പെട്ട് ആളങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. മൂത്തയാൾ ടി വി കാണുന്നു. അപ്പം ഞങ്ങൾ കിടക്കാൻ പോകുമ്പോഴേ കുഞ്ഞുങ്ങളെ റൂമിലേക്ക് മാറ്റുള്ളൂ. കാരണം നമുക്ക് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാനും പറ്റും അങ്ങനെ. അപ്പോൾ ഞാൻ ചിക്കൻ തോരൻ വെക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരകി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ തീർന്നു. എന്നാലും ആ കവറൊക്കെ ഒന്ന് കൊട്ടിക്കുടഞ്ഞ് നോക്കുക, എന്തെങ്കിലും കിട്ടിയാലാവട്ടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, അപ്പോൾ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പൊടികളൊക്കെ അതിനകത്ത് മിക്സ് ചെയ്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ആ തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത്, മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ, ജസ്റ്റ് കൈവച്ചൊന്ന് തിരുമ്മിയെടുത്താൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ തോരൻ വെക്കുന്നത്. എങ്ങനെയാവും എന്താവും എന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ഒരു വിഷയമേ അല്ല. ഉപ്പ് കൂടിയാലും മുളക് കൂടിയാലും അങ്ങനെ ഒരു പ്രശ്നമില്ല. രുചി കുറഞ്ഞു പോയി, ഇന്നതുപോലെ വെക്കണം, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആർക്കും അങ്ങനൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇച്ചിരിയും കൂടി ഡാർക്ക് ഷെയ്ഡിലാണ് വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനൊരു കളറായിപ്പോയി. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞിന് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. മൂത്തയാൾക്ക് എപ്പോഴും കൊടുക്കില്ല, പക്ഷേ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ. ഇവർ ചോറ് കഴിക്കില്ല, എന്ത് ചെയ്ത് നമ്മൾ നോക്കിയാലും ചോറ് കഴിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം വിശന്നെങ്ങനെ കുഞ്ഞുങ്ങളെ ഉറക്കുന്നത്, ആ ഒരു ഇതിൽ നൂഡിൽസ് കൊടുക്കും. അപ്പോൾ ചിക്കൻ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കറികളെല്ലാം റെഡിയായി, കുഞ്ഞിന് ഫുഡ് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. നമുക്കിന്ന് ചോറിന് കൂട്ടാനായിട്ട് ചിക്കൻ തോരനുണ്ട്, വള്ളിപ്പയർ മെഴുക്കുവരട്ടിയുണ്ട്, ലുലുവിൽ നിന്ന് മേടിച്ചിട്ടുള്ള മാങ്ങ അച്ചാറുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ മാങ്ങ അച്ചാർ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, ഇനി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ മാങ്ങ അച്ചാർ, അതല്ല ഒത്തിരി വെറൈറ്റീസ് ഓഫ് അച്ചാർ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഏതാണോ ആവശ്യം അത് കുറച്ച്, എനിക്കൊന്ന് 100 ഗ്രാമിന് 40 രൂപ, ഓരോന്നിനും ഓരോ റേറ്റാണ് കേട്ടോ. മാങ്ങയ്ക്ക് ആ ഒരു റേറ്റായിരുന്നു. ഏതായാലും നമ്മൾ 100 ഗ്രാമിന് 15 രൂപ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വിളമ്പി ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പൊതുവെ ഫുഡ് കഴിക്കാൻ ഒരുമിച്ച് നമുക്ക് ടൈം കിട്ടുക വൈകുന്നേരമായിരിക്കും. അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചായ കുടി, ഒരു കുളി, ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ തിന്നിട്ട് കുളിക്കുന്നതിനെ കണ്ടാൽ തൊഴിക്കണമെന്നോ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. എന്നാലും ഞങ്ങൾ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് അവരുടെ മേലൊന്ന് കഴുകിയിട്ട് ഞാൻ കിടത്തുള്ളൂ. വിയർത്ത് ചാടി മറിഞ്ഞ് വിയർത്ത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഉറക്കുക, അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും, പറയാനറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കുഞ്ഞിലേ തൊട്ട് അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് പനിയോ കാര്യങ്ങളോ ഒന്നും ലേറ്റ് നൈറ്റ് കുളിപ്പിച്ചാൽ ഇതുവരെയും ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ചായ കുടി, ഇതൊക്കെ ഞങ്ങൾക്ക് പതിവാണ്. രാവിലെ പൊതുവേ അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല, നല്ല തിരക്കായിരിക്കും. ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ലാത്തത് കൊണ്ട് ഒരു ഫ്രീ ടൈം കിട്ടുന്നു, എന്നാൽ ഫ്രീ ആയിട്ട് അത് അധികം തിരക്കൊന്നും കൂട്ടാതെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കറികളും മോര് വീട്ടിൽ നിന്ന് കുറച്ച് കൊടുത്തു വിട്ടതുണ്ടായിരുന്നു. മോരുണ്ടായിരുന്നു, വള്ളിപ്പയർ മെഴുക്കുവരട്ടി, ചിക്കൻ തോരൻ, അച്ചാർ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ എടുത്ത് വെച്ചു, ഡിഷസൊക്കെ കഴുകി വൃത്തിയാക്കി. ഇങ്ങനെ കിച്ചൺ രാവിലെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.